ഇന്നത്തെ പ്രമോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരത്തും കൂട്ടുകാരനും ചേർന്ന് നമ്മുടെ ചന്ദ്രയുടെ പൈസ മോഷ്ടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. 1,00,000 രൂപയോളം ആ സ്ത്രീയുടെ കയ്യിലുണ്ട്. അത് നമുക്ക് മോഷ്ടിക്കണമെന്ന് ശരത്തിന്റെ അടുത്ത് പറയാണ്. നീ വണ്ടിയിൽ കയറടാ എന്ന് പറഞ്ഞ് ശരത്തുമായിട്ട് പോകുന്നുണ്ട്. ഓട്ടോക്കാരൻ ഇയാളുടെ ആളായിരിക്കും. വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രയെ അവിടെ ഇറക്കി വിടുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ വേഗത്തിൽ നടന്നു പോവാണ്. ഈ സമയത്ത് ബൈക്കിൽ വന്ന് ബാഗ് തട്ടിപ്പറിക്കുന്നുണ്ട്. ബാഗിൽ നിന്ന് പൈസ എടുത്ത് ബാഗ് അവിടെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കരഞ്ഞ് തളർന്ന് നേരെ ഫിനാൻസ് ഓഫീസിലോട്ട് ചെല്ലുന്നുണ്ട്. എന്തായാലും കാര്യം അയാളെടുത്ത് പറയാം, അല്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നമാവെന്ന് കരുതി ഫിനാൻസ് ഓഫീസിൽ ചെന്ന് കാര്യം പറയുന്നുണ്ട്. എൻ്റെ പൈസ ഇങ്ങനെ കുറച്ച് പേർ തട്ടിയെടുത്തു, അങ്ങനെ എനിക്കിപ്പോൾ പൈസ അടയ്ക്കാനില്ല, ഞാൻ എന്തായാലും നിങ്ങൾക്ക് പൈസ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അയാൾ അതൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി ഒരു സാവകാശം ഞാൻ തരില്ല. നിങ്ങളെപ്പോലുള്ളവരെ ഇടാനായിട്ട് ഇവിടെ ഒരു റൂമുണ്ട്. ആ റൂമിൽ നിങ്ങൾ അടച്ചിടാം. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരട്ടെ, എന്നിട്ട് എൻ്റെ പൈസയിൽ ഒരു തീരുമാനം വരട്ടെ, എന്നിട്ട് നിങ്ങളെ ഇവിടുന്ന് തുറന്നു വിടൂ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ ഏൽപ്പിക്കുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി ചന്ദ്രയെ അങ്ങ് ഇട്ട് പൂട്ടി പോരുകയാണ്. ഈ സമയത്താണെങ്കിൽ രേവതി അമ്മയെ കാണാനായിട്ട് ഇറങ്ങിയതായിരിക്കും. പെട്ടെന്ന് സച്ചിക്കൊരു സവാരി കിട്ടും. രേവതി ഒരു ലോങ് ട്രിപ്പ് ആയിരുന്നു. ഇനിയിപ്പോ ഫിനാൻസ് ഓഫീസ് കൊണ്ടുപോയിട്ട് ഈ പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ അയാൾ വീട്ടിലോട്ട് വരും. ആണോ? എന്നാ നീ കൊണ്ടുപോയി അടയ്ക്കോ? ആ സച്ചിയേട്ടാ, ഞാൻ കൊണ്ടുപോയി അടയ്ക്കാം. അങ്ങനെ പൈസയൊക്കെ രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ചന്ദ്ര കരഞ്ഞുകൊണ്ട് ഫിനാൻസ് ഓഫീസിൽ ബഹളം വെക്കുന്നുണ്ടായിരിക്കും. കയറി വരുന്ന സമയത്ത് തന്നെ എന്തോ ആരോ കരയെന്ന് വെച്ചാൽ രേവതി കേൾക്കുമായിരിക്കും. അങ്ങനെ രേവതി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഫിനാൻസ് ഓഫീസിന്റെ ഉള്ളിലോട്ട് കയറി പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോഴും കഥകളി തള്ളി കരയുന്ന ഒച്ച രേവതി കേൾക്കുന്നുണ്ട്. അയാളാണെങ്കിൽ എന്തോ തിരക്ക് കാരണം പുറത്തു പോകുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന കുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു.